ഹലോ, ഗുഡ് മോർണിംഗ് ആട്ടോ. ഇന്ന് നമുക്കേ ഒരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അസലായിട്ടൊരു ചമ്മന്തി തയ്യാറാക്കിയാലോ. ചമ്മന്തി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേന്ന് അറിയാം. നെല്ലിക്ക കേട്ടോ, നെല്ലിക്ക ഉപ്പിലിട്ടത്. ഇതൊരു 4, 3, 7, 10 നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി എന്ന് പറയുമ്പോൾ അത് ടേസ്റ്റാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തൈര് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 3 കൊച്ചുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഉലുവ, കടുക്, വറ്റൽമുളക്, കടു പൊട്ടിക്കാനുള്ള ഉള്ളി. അത്രയും മാത്രം വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. തൈരിൽ പുളി ഉള്ളത് കാരണം കുറച്ച് ഇത് വേണമായിരിക്കും ഉപ്പ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇതങ്ങോട്ട് ഉടച്ചെടുത്തിട്ട് ഇതിന്റെ കുരു അങ്ങോട്ട് കളയാം. കുരു കളയാട്ടോ. കുരു കളഞ്ഞിട്ട് ഇത് വേവിക്കൊന്നും വേണ്ട, പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ തയ്യാറാക്കിയതൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടൊക്കെ കാണാട്ടോ. നോക്കട്ടെ, സൂപ്പറാ. ഇവിടുത്തെ അമ്മച്ചിയുടെ പലഹാരമായിരുന്നു, അമ്മച്ചിയുടെ കറിയായിരുന്നു. അമ്മച്ചി മിക്കപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, തൈരും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ എന്താ നിങ്ങളുടെ ഒക്കെ വിശേഷം? നല്ല മഴയല്ലേ, ഇത് നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. പിന്നെ മഴയുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഉടച്ചിടും. കയ്യൊന്ന് കഴുകും. ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കാം. ജീരകം ചേർക്കണില്ല കേട്ടോ, ഉലുവ. ഞാൻ ഒറ്റ കറക്കിൽ കറക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്തോളൂ. അത്രേ ഉള്ളൂ, ചെയ്തോളൂ കേട്ടോ. അപ്പൊ തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കുന്ത്രാണ് അവിടെ പോയോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോക്കിയും കണ്ടും പൊക്കോ. അതിലെ വരില്ല, ഇതിലെ പൊക്കോ. വരില്ല, ഇങ്ങോട്ടാ വരുള്ളൂ. ഇതിലെ പൊക്കോ. ചേട്ടൻ അനിയനെ കാണാൻ വന്നതാ. അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു, അല്പം ഉലുവ. നമ്മുടെ മുളക്, ഉള്ളിയും വേപ്പിലയും. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചൂട് ചോറിനൂടെ കഴിക്കാൻ അടിപൊളിയാട്ടോ. ഞാൻ ഇങ്ങനെ വശം തിരിഞ്ഞല്ലേ നിൽക്കണേ. നമ്മുടെ അടിച്ചു വെച്ച മുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടത്തൈരാട്ടോ, ഞാൻ ശരിക്കും ഉടച്ചു വെച്ചതാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. അമ്മച്ചി മഞ്ഞപ്പൊടി ഇടാറില്ല, പക്ഷെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇട്ടു എന്നുള്ളൂ.
എങ്ങനെയാണെങ്കിലും തൈരിൽ പുളിയുണ്ട്, അപ്പൊ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നോക്കട്ടെ കേട്ടോ. സൂപ്പർ. ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ സൂപ്പർ നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. നെല്ലിക്ക ചമ്മന്തിയാണ് തൈരിട്ടത്. കണ്ടോ, സൂപ്പർ. അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഒട്ടും തന്നെ എരിവോ പുളിയോ സൂപ്പർ സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പുഴുങ്ങിയ നെല്ലിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. കണ്ടോ, ഒന്നിച്ച് കൂട്ടാൻ തോന്നുക. കണ്ടോ, നെല്ലിക്ക ചമ്മന്തി. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. കുഞ്ഞു വീഡിയോ, സിമ്പിളായിട്ട്. കണ്ടോ, ഇതുപോലെ ഒരു കറി എന്ന് പറയാൻ പറ്റില്ല. എന്താ അടിപൊളിയാട്ടോ.